A massive IT glitch has crashed computer systems around the world. Airports, hospitals, and businesses have all been affected, with computers shut down or just unable to access networks. You take like a refund from like Indigo, but what happens to like my US flight? I will be missing my US flight. If I'm getting affected by this flight, so my next sector will be affected as well. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30. മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ സ്ട്രീംസ് വൈറ്റ് ബോർഡ് എന്ന മൈക്രോസോഫ്റ്റിൻ്റെ 365 ആപ്ലിക്കേഷൻസിലുണ്ടാകുന്ന അപാകതകൾ. മൈക്രോസോഫ്റ്റിന് തന്നെ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന തേർഡ് പാർട്ടി സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമിൽ ഫാൽക്കൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടാകുന്ന അപാകതകൾ. 10 മണിക്കൂർ കഴിഞ്ഞ് ലോകം മുഴുവൻ ഇതറിയുന്നു. ടോക്കിയോയിൽ നിന്നും 60 കിലോമീറ്റർ മാറി ജപ്പാൻ നരോദിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ടാകുന്ന ഡിഫക്ട്സുകൾ, ഫ്ലൈറ്റുകൾ സമയത്തെടുക്കാതെ ഉണ്ടാകുന്ന അപാകതകൾ, ഇതിനെല്ലാം ഒറ്റപ്പേര് മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ടേജസ്. എൻ്റെ പേര് മിസ്റ്റർ കെയ്ൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഈ ദിവസം ഉണ്ടായ പ്രോബ്ലംസും അതുപോലെ തന്നെ അത് ബിസിനസ്സുകാരെ എങ്ങനെ ബാധിച്ചെന്നും എയർലൈൻസിനെ എങ്ങനെ ബാധിച്ചെന്നും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റേതായുള്ള ഒരറിവ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ കെയ്ൻ. ക്രൗഡ് സ്ട്രൈക്സ് എന്ന് പറയുന്ന വിൻഡോസിൻ്റെ തേർഡ് പാർട്ടി സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ടൈമിൽ, അതായത് ഫാൽക്കോൺ സെൻസറിൻ്റെ അപ്ഡേറ്റ് ടൈമിൽ ഉണ്ടായ ഡിഫക്ട്സ് കാരണം പൊതുവെയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ഷട്ട് ഡൗൺ ആവുന്നു. ആ കമ്പ്യൂട്ടറിൽ ബ്ലൂ സ്ക്രീൻസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതുമൂലം എയർലൈൻസ്, ഫിനാൻഷ്യൽ സർവീസസ്, ഹോസ്പിറ്റൽ, IT സർവീസസ്, അങ്ങനെ വേണ്ട എല്ലാ മേഖലയും നിശ്ചലമാക്കുന്നു. എന്താണ് അതിന് കാരണം? നമുക്കത് നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഗ്ലോബലി അൺപ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ടേജ് ആണ്. ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഇതൊരിക്കലും ഒരു ഇൻ്റർനെറ്റ് ബേസ് ചെയ്തുള്ള ഔട്ടേജ് അല്ല. ഇതൊരു ക്ലൗഡ് ബേസ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ആദ്യത്തെ ഔട്ടേജ് ആണ് ഇതുണ്ടാകുന്നത്. ഇത് പറഞ്ഞല്ലോ, ഇത് നമ്മുടെ സ്മോൾ ബിസിനസ്സിലും ലാർജ് ബിസിനസ്സിലും എയർലൈൻസിലും ബാങ്ക്സിലും ഫിനാൻസ് സെക്ടേഴ്സിലും ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സിലും എല്ലാം ഇത് ഒരുപോലെ ഡിഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഇനിയും ഇപ്പോഴത്തെ ഒരു സെനാറിയോ ഇപ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനൊരു സെനാറിയോ ഉണ്ടായി. സോ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു പാഠം പഠിച്ച് എങ്ങനെയാണ് ഇപ്പം തന്നെ വിൻഡോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ മാക്ബുക്സ്, അങ്ങനെ അതർ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഇതിൽ നിന്ന് എങ്ങനെ ഒരു പാഠം പഠിച്ച് ഈ സെർവറിനൊക്കെ അവർക്ക് ഡിസൈൻ ചെയ്യാനും മോഡിഫിക്കേഷൻ ചെയ്യാനും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയുള്ള പ്രിക്കോഷൻസിനെയും എങ്ങനെ ഇവർ കൈക്കൊള്ളും എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ ഈ ഒരു പ്രശ്നം കാരണം, അതായത് ഈ ഒരു ക്ലൗഡിൻ്റെ ഒരു പ്രശ്നം കാരണം ഈ ക്ലൗഡ് സ്ട്രൈക്സിൻ്റെ ഷെയർസ്, മാർക്കറ്റ് ഷെയർസ് 12% ആയിട്ട് ഇടിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാം. ഇതൊരു ടെക്നിക്കൽ ക്ലച്ച് ആണെന്നോ അല്ലെങ്കിൽ ഒരു പാച്ചിൻ്റെ ഒരു ക്ലച്ച് ആണെന്നോ അതിന് കോൺസിക്വൻസ് അല്ല ഔട്ട്സൈഡ് അറ്റാക്സ് ആണെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ അതിൻ്റെ ഒരു നിജസ്ഥിതി അത് നമ്മൾ അറിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. മൈക്രോസോഫ്റ്റ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമിനെ ഇതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ അതിൻ്റെ ഒരു റിലയബിലിറ്റി, അതിൻ്റെ ഒരു ആക്യുറേറ്റി നമ്മൾ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി വന്നിട്ട് നമുക്ക് ഡിസേർവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇനി ഇവരിപ്പം ചിന്തിക്കേണ്ട എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവർ ഒറാക്കിൾ, ഗൂഗിൾ, അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമിലും ഇനിയും ഇത് ഉണ്ടാകാതിരിക്കാൻ, ഈ മൈക്രോസോഫ്റ്റ് ഇപ്പോൾ ഉണ്ടായതുപോലെ ഇനിയൊരു ഡിഫക്ട്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരുടെ ഡിസൈൻസ് മാനിപ്പുലേഷൻ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ഡിസൈൻസിന് എന്തെങ്കിലും ഒരു കറക്ഷൻസ് വരുത്തി നല്ല വൃത്തിക്ക് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കേണ്ടതുമാണ്.
നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇതും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തെന്ന് നോക്കുമ്പോൾ ഇന്ത്യ, ഓസ്ട്രേലിയ, ജർമ്മനി, US, UK എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളും, ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇത് നല്ല വൃത്തിക്ക് ഇത് ഡിഫക്റ്റ് ചെയ്തു. അവരൊക്കെ IT സെക്ടേഴ്സിലും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാങ്ക് സെക്ടേഴ്സ്, ഹോസ്പിറ്റൽ സെക്ടേഴ്സ് എന്ന് പറഞ്ഞ എല്ലാ സെക്ടേഴ്സിലും ഇത് ഏറ്റവും കൂടുതൽ ഡിഫക്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എയർലൈൻസ് തന്നെയായി ഇൻഡിഗോ, വിസ്താര അങ്ങനെ പറയുന്ന സ്പൈസ് ജെറ്റ് എന്ന് പറയുന്ന എല്ലാ എയർലൈൻസിലും ചെക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങും എല്ലാം മുടങ്ങി കിടക്കുകയാണ് ഈ ഒറ്റ റീസൺ കാരണം. പല ആളുകളും ചെക്കിൻ ടൈമിൽ വരുമ്പോൾ ഈ ഒരു ഇഷ്യൂസ് കാരണം പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ 365 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് US ഓർ UK, ഇന്ത്യ എന്ന് പറയുന്ന സ്പേസുകളൊക്കെ. പക്ഷേ ഇതൊരു എമർജൻസി സിറ്റുവേഷൻസ് ആയിട്ട് ഫേസ് ചെയ്ത ഒരു രാജ്യം ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത്. കാരണം വെച്ചാൽ അവരുടെ പേയ്മെൻറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു, അവരുടെ ബാങ്ക് അവരുടെ പേയ്മെൻറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു, അവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ഡിസ്പ്യൂട്ട്സ് ആയി പോകുന്നു. അവരുടെ എല്ലാ ക്രൈറ്റീരിയകളിലും ഇത് ഭയങ്കര ഡിഫക്ട്സ് ആയിട്ട് തന്നെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കാണേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു 3 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആയിട്ട് കാണാം. അതായത് ഇതിനൊരു ഫിസിക്കൽ ഇൻ്റർനെറ്റ് ഉണ്ട്. ഈ ഫിസിക്കൽ ഇൻ്റർനെറ്റിന് മുകളിലാണ് ഒരു ഡേറ്റാബേസ് ഇൻ്റർനെറ്റിനെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലാണ് ക്ലൗഡ് ഇൻ്റർനെറ്റിനെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഈ ക്ലൗഡിനകത്താണ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം വന്നടിയുന്ന അല്ലെങ്കിൽ വന്ന് കിടക്കുന്ന ക്ലൗഡ് എന്ന് പറയുന്ന ഇതിനകത്താണ് വന്ന് കിടക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏത് ലെയറിനകത്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഈ ക്ലൗഡിൻ്റെ ക്ലിച്ചിലാണോ അല്ലെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ ക്ലിച്ചാണോ, ഏത് ലെയറിലാണ് പ്രശ്നം എന്നുള്ള കാര്യം ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലംസ് എന്താണെന്നുള്ള കാര്യം അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു റെപ്യൂട്ടഡ് ഫേം ഇതിനെ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്ത് ഇതിനെ ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നതും ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ലെയറിലാണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അത് നമ്മൾ കാത്തിരിക്കുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ കിട്ടാൻ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇനി ഇതെങ്ങനെ എയർലൈൻസ് ഇൻഡസ്ട്രിയെ ബാധിച്ചു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, അമേരിക്കൻ എയർലൈൻസ്, ഡെൽറ്റ, യുണൈറ്റഡ് എയർലൈൻസ്, ഇതിന് എല്ലാത്തിനും ഒരുമാതിരിപ്പെട്ട മിക്ക എയർലൈൻസിന് എല്ലാത്തിനും ഈ ഒരു പ്രോബ്ലം ഡിഫക്റ്റ് ചെയ്തു. അത് ഈ ഒരു പ്രോബ്ലം ഡിഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഭാഗത്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഗ്രൗണ്ട് ഓപ്പറേഷൻ ലെവലാണ് ഈ ഒരു പ്രോബ്ലം ഡിഫക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗ്രൗണ്ട് ഓപ്പറേഷൻ ലെവൽ എന്ന് പറയുന്നത് ചെക്കിങ്, അതുപോലെ തന്നെ ബുക്കിങ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ വിൻഡോസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വിൻഡോസ് യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പുള്ള എല്ലാ രീതിയിലും, അതിപ്പോൾ ഒരു എൻജിനീയറിംഗ് മെയിൻ്റനൻസ്, അതായത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ടൈപ്പ് ആയിരിക്കും, അത് മെയിൽസ് ആയിരിക്കും, ഡോക്യുമെൻറ്റ് യൂസേഴ്സ് ആയിരിക്കും. സോ വിൻഡോസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ ബാധിപ്പിച്ച ഒരു പ്രശ്നമാണ് ഇത്. പ്രത്യേകിച്ച് എയർലൈൻസിൽ പല ആളുകളും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പക്ഷേ അത് നമുക്ക് അത് ക്ലിയറായി കൊടുക്കാൻ ഒക്കത്തില്ല. ചെക്കിൻ ടൈമിൽ പല പ്രോബ്ലംസ് വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും എയർലൈൻസ് ഇൻഡസ്ട്രിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ബിസിനസ്സിൽ ബാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. ഏറ്റവും അധികം ബിസിനസ് ബാധിച്ചേക്കുന്ന ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത്. കാരണം ഇതൊരു അതായത് 1-2 മണിക്കൂർ ഇതൊരു പ്രശ്നങ്ങൾക്ക് വന്ന് കിടക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു നഷ്ടമെന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആണ്. കാരണം വെച്ചാൽ ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ടൈപ്പുള്ള സോഫ്റ്റ്വെയർസിനാണ്. അതായത് വിൻഡോസിൻ്റെ എക്സലും അങ്ങനെ ടൈപ്പുള്ള വിൻഡോസ് 365 സോഫ്റ്റ്വെയർസിനാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. സോ അങ്ങനെ ആശ്രയിക്കുന്നതിലും ആ ബിസിനസ്സിന് ഒരു ഹെവി പ്രോബ്ലം തന്നെയായിരിക്കും ഈ ഒരു ഡിഫക്ട്സ് മൂലം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതിനെ അതായത് ഈ ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ലൈഫ് ലൈൻ, അതായത് ജീവിതകാലം മുഴുവൻ ആ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പ് സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇതിന് ഡിഫക്ട്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ 24/7 ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഡിഫക്ട്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഈ സ്മോൾ സ്കെയിൽ ടൈപ്പ് ഒരു ബിസിനസ്സിനാണ്. ഇനി ഹൈ ബിസിനസ് അല്ലെങ്കിൽ ഒരു ടോപ്പ് നിൽക്കുന്ന ബിസിനസ്സിനൊക്കെ ഇതെങ്ങനെ ബാധിച്ചെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അത് അവരെയല്ല ബാധിച്ചതെന്ന്, സത്യം പറഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സിനാണ് അത് ബാധിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം.
കസ്റ്റമേഴ്സിൻ്റെ യൂസേജസും മറ്റു കാര്യങ്ങളും ഈ ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആകുമ്പോൾ സോ ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് കസ്റ്റമേഴ്സിനെയാണെന്ന് നമുക്ക് പറയാം. ഇനിയും ഇതിനകത്ത് ആരാണ് റെസ്പോൺസിബിലിറ്റി, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഹൂ ഇസ് ദ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ഇനി ക്രൗൺ സ്ട്രൈക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചും അതിൻ്റെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ലോകത്തെ ഏറ്റവും വലിയൊരു മാധ്യമമായ സ്കൈ ന്യൂസ് ഏജൻസീസ് പോലും കുറച്ച് നേരത്തേന് അവരുടെ ന്യൂസ് ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. സോ ഇതാണ് മൊത്തത്തിൽ ഇന്നലെ സംഭവിച്ചത്. അതായത് മൈക്രോസോഫ്റ്റ് ഔട്ടേജസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഇന്നലെയായിട്ട് വന്നില്ല. സോ ഇത് റിലേറ്റ് ചെയ്തുള്ള ഇത്തരം കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്ത രീതിയിലും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ എനിക്കൊത്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല റിലേറ്റീവ്സും നല്ല വീഡിയോസുമായിട്ട് ഞാൻ പിന്നെയും വരും. ഓക്കെ. സോ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. See you in the next video. Until then, bye-bye.